Welcome back to our science class. Today we are going to start with a new chapter, chapter 6, that is changes around us. Standard 6, chapter 6, changes around us. Okay. Let us start our PT3 portion. Chapter 6 is changes around us. Okay. Let us learn what are the changes around us. Okay. Many changes are taking place around us on their own. Okay. We can see different types of changes. Okay. In the fields, the crops changes from time to time. അതായത് നമുക്കറിയാം ഇപ്പം ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേന് അതെന്താണ് അതിന് ചേഞ്ചസ് വരും അല്ലേ? ടൈം ടു ടൈം ഒരുപാട് വേരിയേഷൻസ് വരും. അതുപോലെ തന്നെയാണ് സംടൈംസ് ദ ലീവ്സ് ഫോൾ ഫ്രം ട്രീസ്, അതായത് മരങ്ങളൊക്കെ ഇലകളൊക്കെ പൊഴിക്കുക, അതൊരു ചേഞ്ച് ആണ്. അതുപോലെ തന്നെ ചേഞ്ച് കളർ ആൻഡ് ഡ്രൈ ഔട്ട്, അതായത് ഈ ലീവ്സ് ട്രീസ് ഒക്കെ ലീവ്സ് പൊഴിക്കുക. അതുപോലെ തന്നെ ലീവ്സിന്റെ ഒക്കെ കളർ ഗ്രീൻ കളറാണ് അല്ല അല്ലേ? ചേഞ്ച് ദ കളർ ആൻഡ് ഡ്രൈ ഔട്ട്, അതായത് ഈ ഗ്രീൻ കളറിലുള്ള ലീവ്സ് എല്ലാം തന്നെ അതിന്റെ കളർ ചേഞ്ച് ചെയ്ത് പല കളറിലോട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് ദ ഫ്ലവേഴ്സ് ബ്ലൂം ആൻഡ് ദെൻ വിത്ത് എവേ, അതായത് പൂക്കളൊക്കെ നന്നായിട്ട് പുഷ്പിക്കുക, അതിനുശേഷം അതെല്ലാം കൊഴിഞ്ഞു പോവുക. ഇതൊക്കെ ഓരോ ടൈപ്പ് ചേഞ്ചസ് ആണ്. Are any changes happening in your body? അതായത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും ചേഞ്ചസ് ഉണ്ടാവും അല്ലെ? എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്? നമ്മുടെ ഹെയർസ് ഒക്കെ വളരുക. അതുപോലെ തന്നെയാണ് your nails grow, your hair grows and you grow taller and your weight increases as you grow. നമ്മുടെ നെയിൽസ് ഒക്കെ വളരുക, നമ്മുടെ ഹെയർസ് വളരുക. അതുപോലെ തന്നെയാണ് നമുക്ക് ഹൈറ്റ്, നമ്മുടെ വെയിറ്റ് ഇതെല്ലാം കൂടുന്ന എന്താണ്? നമ്മുടെ വളർച്ചയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. യുവർ നെയിൽസ് ഗ്രോ, യുവർ ഹെയർ ഗ്രോസ്, യു ഗ്രോ ടോളർ ആൻഡ് യുവർ വെയിറ്റ് ഇൻക്രീസസ് ആസ് യു ഗ്രോ. നമ്മൾ വളരുന്ന അനുസരിച്ച് നമ്മുടെ ഹൈറ്റും നമ്മുടെ വെയിറ്റും ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കും. ഇതെല്ലാം എന്താണ്? ചേഞ്ചസ് ആണ് അല്ലേ? Okay, let us learn more about changes. Changes are important for our life. നമുക്കറിയാം ചേഞ്ചസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് there are some factors that affect the changes, അതായത് ചേഞ്ചസിന് കാരണമാകുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് നോക്കാം. there are some factors like heating, pressure or mixing with other materials that are responsible for the change around us. അതായത് നമ്മളൊരു വസ്തുവിനെ ചൂടാക്കുക അല്ലെങ്കിൽ ഒരു വസ്തുവിന് നല്ല പ്രഷർ കൊടുക്കുക, അതുപോലെ തന്നെ രണ്ട് മെറ്റീരിയൽസ് തമ്മിൽ മിക്സ് ചെയ്യുക, ഇതെല്ലാം എന്തിന് കാരണമാകുന്നു? ദീസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ചേഞ്ചസ് അറൗണ്ട് അസ്. നമ്മുടെ ചുറ്റുപാടുമുള്ള ചേഞ്ചസിന് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം തന്നെ കാരണമാകുന്നു. അതാണ് ഫാക്ടേഴ്സ് ലൈക്ക് ഹീറ്റിംഗ്, പ്രഷർ ഓർ മിക്സിംഗ് വിത്ത് അതർ മെറ്റീരിയൽസ് ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ചേഞ്ചസ് അറൗണ്ട് അസ്. ഓക്കെ. And first one is, can you recall changes always be reversed? Can you see this? This is your chapter 6 and activity 1. Take a balloon and blow it. Okay? Take care that it does not burst. The shape and size of the balloon have changed. Okay. Now let the air escape from the balloon. Now let the air escape the balloon. Okay, can you see this? A balloon changes
its size and shape on blowing air into it. നമുക്കറിയാം ഒരു ബലൂൺ എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് എയർ നന്നായിട്ട് പമ്പ് ചെയ്യുമ്പോഴത്തേന് ആ ബലൂണിൻ്റെ സൈസിലും അതിൻ്റെ ഷേപ്പിലും ചേഞ്ചസ് വരാറുണ്ട്. ഓക്കെ, അതൊരു ചേഞ്ച് അല്ലേ? Let us learn contraction. What is contraction? It is a phenomenon in which a substance shrinks and changes its shape. It is called contraction. What is contraction? It is a phenomenon in which a substance shrinks and changes its ഷേപ്പ്. അതായത് ഒരു സബ്സ്റ്റൻസ് അത് ഷ്രിങ്ക് ചെയ്യുന്നതിലൂടെ അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരിക. ആ ഫിനോമിനു പറയുന്ന പേരാണ് കൺട്രാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡിസോൾവ്. ടു മിക്സ് എ സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ് വിത്ത് വാട്ടർ ഓർ എനി അതർ സോൾവൻറ്റ് ടു ഫോം എ സൊല്യൂഷൻ. നമുക്കറിയാം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സോളിഡോ ലിക്വിഡോ ഗ്യാസോ ഏത് ഫോമിലുള്ള ആയാലും ആ സോൾവെൻറ്റ് ആ ഒരു ഫോമിലുള്ള ഏതൊരു വസ്തു, സോളിഡ് ആയാലും ലിക്വിഡ് ആയാലും ഗ്യാസ് ആയാലും അത് വാട്ടർ അതുപോലെയുള്ള ഏതൊരു സോൾവെൻറ്റിലും ഡിസോൾവ് ആകുക, നന്നായിട്ട് ലയിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്ന ആ ഒരു ലിക്വിഡ്, അതിന് പറയുന്ന പേരാണ് സൊല്യൂഷൻ. ഓക്കെ, next is expansion. What is expansion? A phenomenon in which a substance expands and changes its shape. This is called expansion. നമ്മൾ ബലൂണ് നമുക്കറിയാം, ബലൂണ് നന്നായിട്ട് ഇതിൽ എയർ ഫില്ല് ചെയ്യുമ്പോഴത്തേന് എന്താണ് പറ്റുന്നത്? എക്സ്പാൻഷൻ സംഭവിക്കും അല്ലേ? എ ഫിനോമിനൻ ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് എക്സ്പാൻഡ് ആൻഡ് ചേഞ്ചസ് ഇറ്റ്സ് ഷേപ്പ്. ആ ബലൂണിൽ നിന്ന് ആ എയർ എസ്കേപ്പ് ചെയ്ത് കഴിയുമ്പോഴോ അതിൻ്റെ പഴയ ഫോമിലേക്ക് തന്നെ തിരിച്ചു വരും അല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ, എ ഫിനോമിനൻ ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് എക്സ്പാൻഡ് and changes its shape is called expansion. ഓക്കെ, അതുപോലെ തന്നെയാണ് ഫ്രീസ് ചെയ്യുക. ടു ടേൺ ഇൻ ടു ഐസ് ഓർ അനദർ സോളിഡ് ആസ് എ റിസൾട്ട് ഓഫ് എക്സ്ട്രീം കോൾഡ്. അതായത് നല്ല കോൾഡ് ടെമ്പറേച്ചറിൽ വാട്ടർ ആണെങ്കിലും അത് ഐസായിട്ട് പോവുക, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രീസ്. വാട്ട് ഈസ് മെൽറ്റിംഗ്? മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? It is a process in which solid substance melt and turn into liquid. അല്ലേ? അതായത് സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിന് അതിന് നന്നായിട്ട് ഹീറ്റ് കൊടുക്കുമ്പോഴത്തേന് അത് ഉരുകി അത് ലിക്വിഡായിട്ട് ലിക്വിഡ് ഫോമിലേക്ക് മാറുക. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് മെൽറ്റിംഗ്. വാട്ട് ഈസ് മെൽറ്റിംഗ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് സോളിഡ് സബ്സ്റ്റൻസ് മെൽറ്റ് ആൻഡ് ടേൺ ഇൻ ടു ലിക്വിഡ്. അതായത് സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് അത് അതിന് ചൂട് കിട്ടുമ്പോൾ അല്ലെ ഹീറ്റ് കിട്ടുമ്പോൾ അത് മെൽറ്റായിട്ട് ലിക്വിഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുക. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് മെൽറ്റിംഗ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം ഈ ചേഞ്ചസ് എന്ന് പറയുന്നത് ദർ ആർ 2 types ഓഫ് ചേഞ്ചസ്. ഫിസിക്കൽ ചേഞ്ചും ഉണ്ട്, കെമിക്കൽ ചേഞ്ചും ഉണ്ട്. ഇൻ ദ പ്രീവിയസ് ക്ലാസ് യു ആർ ഓൾറെഡി സ്റ്റഡി അബൌട്ട് ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. വാട്ട് ഈസ് ഫിസിക്കൽ ചേഞ്ച്? ഇറ്റ് ഈസ് എ ചേഞ്ച് in which physical property of a substance change and no new substance is formed. അല്ലേ? നമ്മൾ പ്രീവിയസ് ക്ലാസ്, അതായത് ക്ലാസ് 5 പഠിച്ചിട്ടുണ്ട്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടാകുന്നില്ല അല്ലേ? നമ്മളെന്താണ് ടിയറിങ് ഓഫ് പേപ്പർ ഇതൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അതിലെന്താണ് നമ്മൾ പഠിച്ചത്? ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ വിച്ച് ദ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് ചേഞ്ചസ് ആൻഡ് നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ സൈസ്, ഷേപ്പ് ഇതെല്ലാം വരുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. ആ ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക് ഒരു ചേഞ്ച് വരുന്നു, പക്ഷേ അവിടെ പുതിയ സബ്സ്റ്റൻസ് ഒന്നും പുതുതായിട്ടുണ്ടാകുന്നില്ല. ഫിസിക്കൽ ചേഞ്ചിൽ ഫിസിക്കൽ പ്രോപ്പർട്ടി മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ പേപ്പർ, നമ്മൾ ടിയറിങ് ഓഫ് പേപ്പർ നമ്മൾ മുറിക്കുമ്പോഴത്തേന് ആ പേപ്പറിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, അവിടെ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ, അത്തരം ചേഞ്ചസിന് നമ്മൾ പറയുന്നതാണ് ഫിസിക്കൽ ചേഞ്ച്. വാട്ട് ഈസ് ഫിസിക്കൽ ചേഞ്ച്? It is a change in which the physical property of a substance changes,
no new substance is formed. But in the case of chemical change, it is a change in which the chemical property of a substance change and forms new substance. അതായത് നമ്മൾ ബേണിംഗ് ഓഫ് പേപ്പർ കത്തിക്കുമ്പോൾ അതെന്താണ്, അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ വിച്ച് കെമിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് ചേഞ്ച്. അതായത് ഒരു വസ്തുവിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ വ്യത്യാസം വരുന്നു. ആൻഡ് ഫോംസ് എ ന്യൂ സബ്സ്റ്റൻസ്. അതായത് നമുക്കറിയാം പേപ്പർ കത്തിച്ച് കഴിയുമ്പോഴുണ്ടാകുന്ന ആഷ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ന്യൂ സബ്സ്റ്റൻസ്. And this change is called chemical change. It is a change in which the chemical property of a substance change and forms a new substance. Look at the board. There is physical change and chemical change. Physical change ഉണ്ട്, chemical change ഉണ്ട്. അപ്പോൾ physical change എന്ന് പറഞ്ഞാൽ എന്താണ്? In physical change no new substance are formed. ഫിസിക്കൽ ചേഞ്ചിൽ അവിടെ പുതിയ വസ്തുക്കളൊന്നും പുതിയതായിട്ടുണ്ടാകുന്നില്ല. ആൻഡ് പ്രോഡക്ട്സ് ആർ ഐഡൻറ്റിക്കൽ ടു റിയാക്റ്റൻറ്റ്. അതായത് പ്രോഡക്ട്സ് ആർ ഐഡൻറ്റിക്കൽ ടു റിയാക്റ്റൻസ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ആ വസ്തു, അതായത് നമ്മൾ പേപ്പർ ടിയറിങ് ഓഫ് പേപ്പർ എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൻ്റെ ഫിസിക്കൽ ആയിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടി മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അല്ലെങ്കിൽ അതിന് ഫിസിക്കലായിട്ട് അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടിയിൽ മാത്രം വ്യത്യാസം വരും. പക്ഷേ ആ പേപ്പർ അതുപോലെ തന്നെ അവിടെ ഉണ്ട്, അല്ലേ? ദ പ്രോഡക്ട്സ് ആർ ഐഡൻറ്റിക്കൽ ടു റിയാക്റ്റൻസ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ആൻഡ് ദീസ് ചേഞ്ചസ് ആർ റിവേഴ്സിബിൾ. അതായത് ഇത് റിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ പേപ്പറിന് നമുക്ക് ടിയറിങ് ഓഫ് പേപ്പർ, അതുപോലെ തന്നെ ഒരു വസ്തു ബലൂൺ നമ്മൾ അതിനെ നന്നായിട്ട് എയർ അതിലോട്ട് നമ്മൾ പമ്പ് ചെയ്ത് കയറ്റുക. അത് പൊട്ടാതിരിക്കാൻ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അല്ലേ? ആ എയർ എസ്കേപ്പ് ആയി കഴിയുമ്പോഴത്തേന് ബലൂൺ തിരികെ പഴയ ഫോമിലോട്ട് എത്തും. അതാണ് റിവേഴ്സിബിൾ ആണ്. ഓക്കെ, ആ സബ്സ്റ്റൻസ് ചേഞ്ച് ചെയ്തതിന് ശേഷം അതിനെ പഴയ ഫോമിലേക്ക് തന്നെ മാറ്റാൻ പറ്റും. അത്തരം ചേഞ്ചസിനാണ് നമ്മൾ റിവേഴ്സിബിൾ ചേഞ്ചസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കെമിക്കൽ ചേഞ്ചിലാണെങ്കിൽ ലോസ് ഓർ ഗെയിൻ ഓഫ് എനർജി ഈസ് ഇൻവോൾവ്. അവിടെ എനർജി ഒന്നെങ്കിൽ നഷ്ടപ്പെടും അല്ലെങ്കിൽ എനർജി ലഭിക്കും. അത്തരം ചേഞ്ചസ് ആണ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ദ പ്രോഡക്ട്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം റിയാക്റ്റൻസ്. പ്രോഡക്ട്സ് എന്ന് പറയുന്നത് റിയാക്റ്റൻസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ പേപ്പർ കത്തിക്കുമ്പോൾ ബേണിംഗ് ഓഫ് പേപ്പർ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ന്യൂ സബ്സ്റ്റൻസ് ആണ് ആഷ് എന്ന് പറയുന്നത്. ആ പ്രോഡക്റ്റ് ശരിക്കും ഡിഫറെൻ്റ് ആണ്, പേപ്പറിൽ നിന്ന് തികച്ചും ഡിഫറെൻ്റ് ആണ് ആഷ് എന്ന് പറയുന്നത്. സോ ദ പ്രോഡക്ട്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം റിയാക്റ്റൻറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. ഈ കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ ഒരിക്കലും നമുക്ക് പഴയ ഫോമിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അല്ലേ? ആഷായിട്ടുള്ള പേപ്പറിനെ നമുക്ക് തിരിച്ച് പേപ്പറാക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. സോ ദ കെമിക്കൽ ചേഞ്ച് ഈസ് ഇറിവേഴ്സിബിൾ. ഓക്കെ, ടുഡേ വി ആർ സ്റ്റഡിങ് അബൌട്ട് physical change and chemical change. What are the difference between physical change and chemical change? In physical change, no new substance are formed. The chemical change, there is new substance is formed. The products are identical to reactants. In physical change, the products are identical to reactants. And in the chemical change, the products are different from reactants. Okay, and in the physical change it is reversible, and in the chemical change it is irreversible. In the chemical change there is loss or gain of energy is involved. Okay, this was for today. You study well. We will meet in the next class. Thank you.